നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. ഇന്ന് ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആണി തേയ്പിറ ഷഷ്ടി ദിനം. ഈ ഇലയുടെ മേലെ നിങ്ങൾ ഈ 2 പൊരുൾകൾ വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിന്റെ വാസലിൽ വെച്ചു കഴിഞ്ഞാല് പണം താറുമാറായിട്ട് വന്നു ചേരും. മാത്രമല്ല, രാജയോഗം വന്നിട്ട് നിങ്ങളെ ചുറ്റിമുറുക്കും. അത് എന്ത് വഴിപാട് മുറയെന്ന് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുകയുള്ളൂ. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം. ഇന്ന് വന്നിട്ട് തേയ്പിറ ഷഷ്ടി ദിനം. അതില് എന്നെന്ന പൊരുൾകൾ വെച്ച് നമുക്ക് വഴിപാട് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് എത്രയോ പോരാട്ടങ്ങള്, നമുക്ക് ഭയങ്കരമായ തടസ്സങ്ങള് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. എന്നാല് അതെല്ലാത്തിനെയും തവിട് പൊടിയാക്കി നമുക്ക് വിജയം തരുന്ന ഒരു അത്ഭുതമായ നാളാണ് തേയ്പിറ ഷഷ്ടി എന്ന് പറയുന്നത്. പൊതുവെ മാസം മാസം വരുന്ന വളർപ്പിറ ഷഷ്ടി ഉണ്ടല്ലോ, അതായത് കന്ദഷഷ്ടി എന്ന് പറയുന്നത്, അത് നമുക്ക് നല്ല അറിയുന്ന കാര്യമല്ലേ. എന്നാല് തേയ്പിറ ഷഷ്ടിക്കും അതുപോലെ വന്നിട്ട് ഒരു മഹാശക്തി ഇരിക്കുന്നുണ്ട്. പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന 6-ാമത്തെ നാളിൽ വരുന്ന ഷഷ്ടിയാണ് തേയ്പിറ ഷഷ്ടി. ഈ നാളിൽ വന്നിട്ട് നമ്മൾ മുരുക ഭഗവാനെ മനസ്സിൽ കരുതി വഴിപാട് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് തേയ്പിറ ഷഷ്ടി എന്നത് ഇത്രയും വിശേഷമാനതെന്ന് നോക്കാം. ജ്യോതിഷപരമായും ആത്മീകപരമായും നോക്കിയാല് തേയ്പിറ എന്നത് നമുക്കിട്ട് ഇരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജി കുറച്ച് കിട്ടുന്നതിന്, നമ്മുടെ മനസ്സിലിരിക്കുന്ന ഭയം, ദേഷ്യം, പോരാമ, അതുപോലെ തന്നെ നമ്മുടെ ചീത്ത ഓരോ തോന്നലുകളൊക്കെ ഉണ്ടല്ലോ, തെറ്റായ നമ്മുടെ ഗുണങ്ങള്, നമ്മളെ ചുറ്റിയിരിക്കുന്ന കടം, ശത്രുക്കളോടുള്ള ഭയം, ഇതിനെല്ലാം മുഖ്യമായ ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാല് അതാണ് തേയ്പിറ ഷഷ്ടി. തേയ്പിറ ടൈമിന് ചന്ദ്രൻ തേഞ്ഞു പോകുന്നത് പോലെ കുറച്ചു കുറച്ചായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടകന്നു പോവും. അതിനു വേണ്ടിയിട്ടാണ് ഈ തേയ്പിറ ഷഷ്ടി വ്രതം എന്നത് നമ്മള് വഴിപാട് മുറകൾ ചെയ്തു വരുന്നത്. അങ്ങനെയുള്ള തേയ്പിറ ഷഷ്ടി ദിനത്തില് ഈ മാസം നമുക്ക് വന്നിരിക്കുന്നത് ഇന്ന് ജൂലൈ 5-ാം തീയതി ഞായറാഴ്ച ആണി മാസത്തിലാണ് വന്നിരിക്കുന്നത്. ഷഷ്ടി ടൈം സ്റ്റാർട്ട് ആവുന്ന എപ്പോഴെന്ന് ചോദിച്ചാല് ഇന്ന് ഞായറാഴ്ച രാവിലെ 11:21 സ്റ്റാർട്ട് ചെയ്തിട്ട് 11:20 വരെ പഞ്ചമിയാണ്. അതിനുശേഷം ഷഷ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇത് വന്നിട്ട് നാളെ തിങ്കളാഴ്ച 10:27 വരെ രാവിലെ ഇരിക്കുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും ഞായറാഴ്ച നമ്മൾ ഉറങ്ങി എഴുന്നതിന് ശേഷം രാവിലെ ഒരു 11:15 മേലെ നമുക്ക് ഷഷ്ടി തിഥി തന്നെ. ഇന്ന് രാവിലെ 12:01 യമകണ്ഠ കാലമാണ്. വൈകുന്നേരം 4:30 6 PM വരേക്കും രാഹു ഇരിക്കുന്നുണ്ട്. ഈ 2 സമയം നിങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ മുരുക ഭഗവാനിക്ക് വേണ്ടിയുള്ള വഴിപാടും പ്രാർത്ഥനയും എല്ലാം ചെയ്യാവുന്നതാണ്. രാവിലെ പൂജ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്തോളുക. ഇല്ല, വൈകുന്നേരമാണ് ചെയ്യുന്നവരെങ്കിൽ 6 മണിക്ക് മേലെ ചെയ്തോളുക. ഇപ്പൊ വളർപ്പിറ ഷഷ്ടി എങ്ങനെയാന്ന് ചോദിച്ചാല് നമ്മുടെ സെൽവം വളരണം, നമ്മുടെ പണം അധികപ്പെടണം. അങ്ങനെയുള്ളവരാണ് ഈ വളർപ്പിറ ഷഷ്ടി വഴിപാട് ചെയ്യുന്നത്. ശരിയാ. എന്നാല് കഷ്ടങ്ങൾ തീരണം, കടങ്ങളെല്ലാം മാറണം, അങ്ങനെ തേഞ്ഞു പോകണം എന്ന് കരുതുന്നവര് തേയ്പിറ ഷഷ്ടിക്ക് നിങ്ങൾ ഇന്ന് പതിവ് പോലെ തന്നെ എല്ലാ പൂജയും വഴിപാടും ചെയ്ത് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചോളുക. മുരുക ഭഗവാൻ വന്നിട്ട് ഒരു മധുരപ്രിയര്. അവരൊക്കെ വന്നിട്ട് കർക്കണ്ട് വെച്ച് പായസം, കേസരി, ചക്കര പായസം മീൻസ് ചക്കര പൊങ്കല്, ഇതുമാതിരി ഏതെങ്കിലും ഒന്ന് നിവേദിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചോളുക. ഇപ്പോ തേയ്പിറ ഷഷ്ടി ആയാലും ശരി, വളർപ്പിറ ഷഷ്ടി ആയാലും ശരി, ഏത് ദിവസം വരുന്നോ അതിനെ പൊറുത്ത് അതിന്റെ ഫലങ്ങൾ വന്നിട്ട് പല രീതിയിൽ മാറും. അതും ആണിമാസത്തിൽ വരുന്ന അവസാനത്തെ ഷഷ്ടി ദിനം. നമുക്ക് ഇന്ന് ഇത് ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത്. സൂര്യഭഗവാനുക്ക് ഒത്തിരി ഉകந்த ഒരു നാളില് ഈ ഒരു ഷഷ്ടി നിങ്ങൾക്ക് വ്രതമെടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഭാഗ്യമെന്ന് നിങ്ങൾക്കത് കൊടുത്തു വെക്കണം. ഒരു തിഥി, നക്ഷത്രം, വ്രതം ഇതൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ വരുന്നു,
പറഞ്ഞല്ലോ മുന്നേ, അതിന് പൊരുത്തതിന്റെ ഫലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം ഞാൻ പല വീഡിയോയിലും നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഭയങ്കര വിശേഷപ്പെട്ട ഒരു വ്രതമാണ് ഇന്ന് ഞായറാഴ്ച വന്നിരിക്കുന്ന തേയ്പ്ര ഷഷ്ടി. സൂര്യഭഗവാനക്ക് ഉകந்த ഒരു നാളാണ് ഞായറാഴ്ച. സൂര്യഭഗവാൻ ആരാണ്? ഗ്രഹങ്ങളിലെ രാജാവ്. രാജഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൂര്യനാണ്. 7 കുതിരകളെ കൂട്ടിക്കെട്ടി വരുന്ന തേരിലാണ് സൂര്യഭഗവാൻ വരുന്നത്. ഇപ്പൊ സൂര്യഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര വലിയ പദവികൾ, അത് ഗവൺമെന്റ് ജോലി, രാഷ്ട്രീയത്തിൽ മുന്നേറ്റം, പിന്നെ വലിയ കോടിപതിയാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ സൂര്യഭഗവാനെ വണങ്ങിയാല് കിട്ടുന്നതാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ നിങ്ങൾ പറയുന്നതാണ് അവിടുത്തെ വാക്ക്. ആ അളവിന് നിങ്ങൾക്ക് ആധിപത്യം കിട്ടും. നിങ്ങൾ പറയുന്നത് തന്നെ എല്ലാരും കേൾക്കും. നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടും അവിടെ. ആ അളവിന് ഒരു മഹിമ രാജഗ്രഹമായിട്ടിരിക്കുന്ന സൂര്യഭഗവാന് നമുക്ക് തരാൻ പറ്റും. അതുപോലെ തന്നെ ഒത്തിരി നാളായിട്ട് തീരാത്ത അസുഖം ഇരിക്കുന്നുണ്ട്. അടിക്കടി അത് പ്രശ്നം വളരെ ഗുരുതരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനും ഒരു തീർപ്പ് കൊടുക്കുന്നത് ആരാണ്? ഈ ഞായറാഴ്ചക്ക് ദേവനായ സൂര്യഭഗവാൻ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പക്കത്ത് മുരുക ഭഗവാനിക്കെന്നുള്ള തേയ്പ്ര ഷഷ്ടി, ഇന്നൊരു പക്കം നോക്കിയാല് ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യഭഗവാനിക്ക് ഉകந்த നാള്, രാജയോഗത്തെ ഭാരി വിതറുന്ന സൂര്യഭഗവാനിക്കെന്നുള്ള ദിവസം. ഇത് രണ്ടും ചേർന്ന് വരുന്ന ഈ അർബുദமான നാളിൽ വന്നിട്ട്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഈ 2 പൊരുൾകൾ വന്നിട്ട് നിങ്ങളുടെ വീട്ടിന്റെ നിലവാസൽ, അതായത് ഫ്രണ്ട് ഡോറിന്റെ അവിടെ വെക്കുക. കുറഞ്ഞത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കൂടിയത് ഒരു 1 മണി നേരം, 1 അവർ ഈ നിലവാസലിൽ വെച്ച് എടുത്തു കഴിഞ്ഞാല് എല്ലാവിധ സെൽവങ്ങളും പണവും എല്ലാം നിങ്ങളെ തേടി വരും. നിങ്ങൾ ആരോടെങ്കിലും മുന്നേ ക്യാഷ് ചോദിച്ച് കിട്ടാതിരിക്കും. അപ്പൊ അത് അവരിങ്ങോട്ട് ഫോണിൽ വിളിച്ച് പറയും, ക്യാഷ് ഞാൻ ഇന്ന് തന്നെ തരാം, അല്ലെങ്കിൽ നാളെ തരാം, നിങ്ങൾ വന്ന് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വാങ്ങിക്കോളൂ. അങ്ങനെ ഇങ്ങോട്ട് നമ്മളെ തേടി ക്യാഷും എല്ലാം വരും. ഇതൊക്കെ നിങ്ങൾക്ക് തേവയാന പൊരുൾ എന്ന് പറയുന്നത് ഒരേ ഒരു ഇലയാണ്. ഇല 2 എണ്ണം എടുത്തോളുക, കാരണം 2 പൊരുളാണ് ആ ഇലയിൽ വെക്കേണ്ടിയത്. ആ ഇല വന്നിട്ട് വേറെ ഒന്നുമല്ല, എരിക്കിന്റെ ഇല. സൂര്യഭഗവാൻ ഞായറാഴ്ച 2നും ഉകந்த ഒരു ഇല വന്നിട്ട് എരിക്കിലയാണ്. സംസ്കൃതത്തിൽ വന്നിട്ട് ഈ എരിക്കിലയെ അർക്ക ഇല എന്നാണ് പറയുന്നത്. പാവങ്ങളെല്ലാം പോകുന്ന താന്ത്രിക വഴിപാട് മുറയില് ഈ എരിക്കിലേക്ക് വന്നിട്ട് അത്രയ്ക്കും ഒരു സ്ഥാനമാണുള്ളത്. ഭയങ്കര ഒരു ശക്തി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്കുള്ളത്. അതിനാലെയാണ് സൂര്യഭഗവാനിക്കെന്നുള്ള രഥസപ്തമി ദിവസത്തില് 7 എരുക്കലയെ വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ കുളിക്കണമെന്ന് പറയുന്നു. അതുമൂലം നമ്മൾ ചെയ്ത പാപങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം നമ്മളെ വിട്ട് വിലകി മാറുമെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ശക്തി, എതിർമറ യാത്രലുകളെല്ലാം വിരട്ടിയോടിക്കാനുള്ള ശക്തി വന്നിട്ട് ഈ എരിക്കലയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഏതെരിക്കല ആയിരുന്നാലും ഒരു പ്രശ്നവുമില്ല, 2 എണ്ണത്തിൽ എടുത്തോളുക, 2 എണ്ണം എടുത്തോളുക. അതെടുത്തിട്ട് വന്നിട്ട് കഴുകി ശുദ്ധപ്പെടുത്തി തുടച്ചെടുക്കുക. ദെൻ അതിൽ വെക്കേണ്ട 2 പൊരുൾകള്, അതില് മുഖ്യമായിട്ട് വന്നിട്ട് ഞായറാഴ്ച സൂര്യഭഗവാനക്ക് ഉകந்த അർബുദமான ഒരു ധാന്യമുണ്ട്. അത് എന്താച്ചാല് ഗോതമ്പ്. അറിയാലോ ഗോതമ്പ്, കാണുന്നില്ലേ? ജാതകത്തില് ഇപ്പൊ ഗ്രഹങ്ങളില് സൂര്യഗ്രഹത്തിന്റെ ദോഷം ഇരിക്കുന്നവര് ഈ ഒരു ഗോതമ്പിനെ നിങ്ങൾ നിവേദ്യം ചെയ്യുമ്പോൾ ആ ഒരു ഗ്രഹദോഷം പടിപ്പടിയാ ഇറങ്ങിപ്പോവും നിങ്ങളുടെ ജീവിതത്തിലിരുന്ന്. ദെൻ നിങ്ങൾക്ക് രാജയോഗം വന്നു ചേരും. ദെൻ സെക്കൻഡ് പൊരുൾ എന്താച്ചാല് തോരൻ പരിപ്പാണ്. തോരൻ പരിപ്പ് എന്നാല് മുരുക ഭഗവാനുക്ക് ഉകந்த, ചൊവ്വ ഭഗവാനുക്ക് ഉകந்த ഒരു പൊരുള്. ഇത് 2 ധാന്യവും ആർക്കാണ് ഒത്തിരി ഇഷ്ടപ്പെട്ടത്? ഇത് 2ഉം വണങ്ങുന്നതിലൂടെ കടം പ്രശ്നം ഇരിക്കില്ല, സ്വത്ത് വീട് ഇത് സംബന്ധിച്ച തർക്കങ്ങളും പ്രശ്നങ്ങളും ഇരുന്നാൽ അത് വിട്ടുപോകും. അതിനാല് ചൊവ്വ ഭഗവാനുക്കും മുരുക ഭഗവാനുക്കും ഉകந்த തോരൻ പരിപ്പ് ഒരേ ഒരു കൈപ്പിടി എടുത്തോളുക. ഇപ്പോ ഗോതമ്പായാലും 1 പിടി മതി, കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയ സ്പൂണിൽ മതി. മുതൽ വന്നിട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ പൂജയറയിൽ വേണം തയ്യാർ ചെയ്ത് വെക്കാനായിട്ട്. ഇത് പറഞ്ഞ ഉടനെ തന്നെ 2ഉം കൂടെ ഈ 2 ഇലയും എടുത്ത് ഈ 2 പൊരുൾക്കളും വെച്ച് എടുത്തോണ്ട് പോയി നിലവാസലിൽ വെക്കാൻ പാടില്ല. ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഇതെടുത്ത് നിങ്ങളുടെ പൂജയറയിലാണ് വെക്കേണ്ടത്. ഈ ഇല വന്നിട്ട് ജസ്റ്റ് തറയിലൊന്നും കൊണ്ടുപോയി വെക്കരുത്. ഇപ്പോ പൂജയറയിലായാലും ഒരു തട്ടിന്റെ മേലെ വേണം വയ്ക്കാനായിട്ട്. അതിൽ 1 എരിക്കലിന്റെ ഇലയിലെ മേലെ കുറച്ച് ഗോതമ്പും, അത് 1 സ്പൂൺ അല്ലെങ്കിൽ 1 പിടി ഗോതമ്പും, അടുത്തതില് തോരൻ പരിപ്പ് നിങ്ങൾ വെച്ചോളുക. എന്നതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ആരെയാ പ്രാർത്ഥിക്കേണ്ടത്? ഗണപതിയെ, വിനായകരെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. അടുത്ത് നിങ്ങൾ തേയ്പ്ര ഷഷ്ടിക്കുള്ള, ഇന്നത്തെ ഷഷ്ടിയുടെ ഭഗവാൻ ആരാണ്? മുരുക ഭഗവാൻ, അദ്ദേഹത്തെ പ്രാർത്ഥിച്ചോളൂ.
കലിയുഗ ദൈവമായിരിക്കുന്ന മുരുക ഭഗവാനെ, എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരാത്ത എന്റെ എല്ലാ കടപ്രശ്നങ്ങളും തീർന്നു കിട്ടണം. സ്വത്ത്, വീട്, ഇത് സംബന്ധപ്പെട്ട എല്ലാ പ്രശ്നത്തിനും ഒരു തീർപ്പ് കൽപ്പിക്കണം. ഏത് തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ എന്റെ ജീവിതം നല്ലതായിട്ട് മുന്നോട്ട് പോകാം എന്ന് മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുക. ദെൻ നിങ്ങൾ നെക്സ്റ്റ് പ്രാർത്ഥിക്കേണ്ടത് ചൊവ്വ ഭഗവാനോടാണ്. സ്വന്തമായിട്ട് വീട് വാങ്ങണം, വസ്തു വാങ്ങണം, കല്യാണത്തിനുള്ള പ്രശ്നങ്ങൾ മാറി പെട്ടെന്ന് കല്യാണം നടക്കണം, കുഞ്ഞില്ലാത്തവർക്ക് സന്താനഭാഗ്യം ഉണ്ടാവണം. ഇതെല്ലാം വന്നിട്ട് നിങ്ങൾ ചൊവ്വ ഭഗവാനോട് പ്രാർത്ഥിച്ചോളുക. ലാസ്റ്റ് വന്നിട്ട് സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇവരാണ് ഒത്തിരി മുഖ്യം. ഈ വഴിപാടിൽ വന്നിട്ട് ഒത്തിരി ഹൈലൈറ്റ് ആയ വിഷയം എന്ന് വെച്ചാല് സൂര്യ ഭഗവാനാണ്. അതും ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നേരെ നിങ്ങൾക്ക് സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. സൂര്യ ഭഗവാനോട് പ്രാർത്ഥിക്കുക, എനിക്ക് രാജയോഗം കിട്ടണം, ഞാൻ പോകുന്ന ഇടത്തിലെല്ലാം എനിക്ക് നല്ലൊരു പേര് കിട്ടണം, എനിക്കൊരു സ്ഥാനം കിട്ടണം, ഒരു അന്തസ് കിട്ടണം. കുടുംബത്തിൽ ആരെങ്കിലും വന്നിട്ട് ഗവൺമെന്റ് ജോലിക്ക് ഇപ്പോ അതിനുവേണ്ടി റെഡി ആയിട്ട് ഇരിക്കുന്നെങ്കിൽ അത് കിട്ടണം. ആവശ്യങ്ങളെല്ലാം വെച്ച് സൂര്യഭഗവാനിക്ക് പ്രാർത്ഥിച്ചോളുക. നിങ്ങൾക്ക് തീരാത്ത വ്യാധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീരണ മാതിരി നിങ്ങൾ നിങ്ങളുടെ കോരിക്ക വെച്ചോളുക. അതിനുശേഷം ഒരു 5 നിമിഷം പൂജാറകളിൽ തന്നെ ആ ഇലയും പൊരുളും അങ്ങനെ വെക്കുക. എന്നതിന് ശേഷം എടുത്തോണ്ട് പോയി നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് വെച്ചോളുക. ഇതെല്ലാം ചെയ്യേണ്ടത് വൈകുന്നേരം 6 മണിക്ക് മേലെയാണ്. ഇത് ആർക്ക് വേണോ ചെയ്യാവുന്നതാണ്. വീട്ടിലിരിക്കുന്ന ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞുങ്ങളെന്നോ മുതിർന്നവരെന്നോ അങ്ങനെ ഒന്നുമില്ല, ആർക്കും ചെയ്യും. യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. ഇത് 2 നിലവാസലിൽ വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളെ ജോലി നോക്കിക്കോളൂ. എന്നതിന് ശേഷം രാത്രി ഉറങ്ങാൻ പോകില്ലേ, ഇപ്പൊ 1 മണിക്കൂർ മാക്സിമം വെച്ചോളുക. എന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളിത് എടുത്തിട്ട് 2 പൊരുൾകളും കൂടെ നിങ്ങൾ ഒരു കവറിലാക്കി വെച്ചോളുക. പിറ്റേ ദിവസം നിങ്ങൾ എണീറ്റ ഉടനെ, അതായത് നാളെ നിങ്ങൾ എണീറ്റ ഉടനെ തന്നെ ഇന്ന് വെച്ച ഈ പൊരുൾക്കളെ ഇപ്പൊ 2 കവറിലാക്കി വെച്ചിരിക്കുന്നത്, അതിനെല്ലാം ഒന്നിച്ചൊറ്റ കവറിലാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലെ ടെറസിന്റെ മേലെ കാക്കയും കുരുവിയൊക്കെ വരുമെങ്കിൽ അതിന് ഇട്ട് കൊടുക്കുക. അതിനുള്ള സന്ദർഭമൊന്നും ഇല്ലെങ്കിൽ കാൽപ്പെടാത്ത ഇടത്തിലോ ഇല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിലോ നിങ്ങൾക്ക് വിട്ടുകളയാം. ഇല്ലെങ്കിൽ ചെടിയുടെ ഇടയിൽ കൊണ്ടിട്ട് കൊടുത്താലും മതി, എറമ്പുകൾ തിന്നോളും. ശരിയാ. ഏതൊരു കാരണം കൊണ്ടും അതൊന്നും കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കരുത്. ഒന്നുപോലും എടുത്ത് വയലും വെക്കാൻ പാടില്ല. ഞായറാഴ്ച വന്നിരിക്കുന്ന സൂര്യഭഗവാനിക്കെന്നേ ഉള്ള ഈ ഒരു നാളില്, മുരുക ഭഗവാനിക്ക് ഉഗന്ത തേയ്പിറ ഷഷ്ടി ദിനത്തില് ഇത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഭയങ്കര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ആരും മിസ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കിക്കോളുക. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് നിങ്ങളെ ആശ്ചര്യപ്പെട്ട് കണ്ടു നിൽക്കും. നിങ്ങളുടെ കഷ്ടങ്ങളെല്ലാം പടിപടിയാ കുറഞ്ഞു വരും. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിനോടൊപ്പം തന്നെ ഹൈപ്പ് എന്ന ബട്ടണിൽ ഒന്ന് അമർത്തിയേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.